പ്രൈസ് ദി ലോർഡ്. നമുക്ക് 2 ശമൂവേൽ 22-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. സുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും. ദൈവമക്കളെ, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. യഹോവയായ ദൈവം നമുക്കറിയാം, ദാവീദിന്റെ ജീവിതയാത്രയില് തന്റെ അപ്പനും അമ്മയും ദാവീദിനെ മറന്നു കളഞ്ഞു. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ ഭവനത്തിലെത്തിയപ്പോൾ മക്കളെയെല്ലാം വിളിക്കാൻ പറഞ്ഞപ്പോൾ ദാവീദിനെ വിളിച്ചില്ല. ദാവീദിന് കഴിവില്ലാത്തവനാണ് എന്ന് അപ്പനും അമ്മയും ധരിച്ചു. അവന് ഒരു കഴിവേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ ദൈവത്തെ ആരാധിക്കുക. അവന് വനാന്തരത്തിലിരുന്ന് തന്റെ ദൈവത്തെ അവൻ ആരാധിക്കുമായിരുന്നു, തന്റെ ദൈവത്തെ അവൻ സ്തുതിക്കുമായിരുന്നു. ആ ഒരു യോഗ്യത മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ അതാ വനാന്തരത്തിൽ നിന്ന് ഒരുത്തൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നത് അവൻ കാണുകയാണ്. അപ്പോൾ തന്നെ സ്വർഗീയ നാഥനായ ദൈവം ഇറങ്ങി വരുന്ന അവനെ ലിഫ്റ്റ് ചെയ്യുകയാണ്, അവനെ പൊക്കിയെടുത്ത് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ, നാം ദൈവത്തെ ഉയർത്തുന്നുണ്ടോ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തുന്നു എങ്കിൽ ദൈവം നമ്മെ ഉയർത്തുമെന്ന ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഇവിടെ ദാവീദിനെ സകല ശത്രുക്കളെ ശൗൽ രാജാവ് ശൗൽ രാജാവിന്റെ മകളെയാണ് ദാവീദ് വിവാഹം കഴിച്ചത്. ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ശൗലും ദാവീദിന്റെ മകനായ അബ്സലോമും ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഇവരിൽ നിന്നൊക്കെയും ദാവീദിനെ യഹോവയായ ദൈവം എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് ദാവീദിനെ പറ്റി യഹോവയായ ദൈവം പറഞ്ഞത്. അതിൽ നിന്നെല്ലാം അവൻ വിടുവിക്കുകയാണ്. അങ്ങനെ വിടുവിച്ചതിനു ശേഷം ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനുമാകുന്നു. യഹോവയുണ്ടല്ലോ, അവൻ എന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്, എന്റെ രക്ഷകനാണ്, എന്റെ പാറയാണ് ദൈവം. അവനിൽ ഞാൻ ആശ്രയിക്കും. അവൻ എന്റെ പരിച, എന്റെ രക്ഷയായ കൊമ്പ്. ഹല്ലേലൂയ. എനിക്ക് കയറി പിടിക്കുവാനുള്ള ഒരു കൊമ്പ് എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനുള്ള പരിച എന്റെ ദൈവമാണ്. അവന് എന്റെ ഗോപുരമാണ്. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ കയറി രക്ഷ പ്രാപിക്കും. അവിടെ നിന്ന് എന്നെ തൊടുവാൻ ആർക്കും കഴിയില്ല. എന്റെ സങ്കേതമാണ്, എന്റെ കർത്താവ് ആണ്. അവനെ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എന്റെ സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ എന്നെ രക്ഷിക്കുമെന്ന് ദാവീദ് പറയുകയാണ്. പാതാളവാസങ്ങൾ എന്നെ ചുഴുന്നു, മരണത്തിന്റെ കണികൾ എന്റെ മേൽ വീണു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, ഞാൻ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തന്റെ മന്ദിരത്തിൽ നിന്ന് യഹോവയായ ദൈവം ഞാൻ കരഞ്ഞപ്പോൾ, ഞാൻ അപേക്ഷിച്ചപ്പോൾ എന്റെ അപേക്ഷ കേട്ടു. ഹല്ലേലൂയ. ഭൂമി ഞെട്ടിവിറച്ചു, ആകാശടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കാൽ അവന് കുടുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു ദഹിപ്പിച്ചു. തീക്ക നിലവങ്ങളിൽ ജ്വലിച്ചു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. കൂരുള്ള അവന്റെ കാൽക്കീഴിൽ ഉണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. കാറ്റിനും ചെറുക്കലിന് പ്രത്യക്ഷനായി. അവന് അന്ധകാരം നിനക്ക് ചുറ്റും മണ്ഡലമാക്കി. ജലാശയം കനത്ത മേഘങ്ങളും കൂടെ അവന്റെ മുമ്പിലുള്ള പ്രകാശത്തിൽ തീക്കനൽ ജ്വലിച്ചു. ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതന നാദം കൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം തന്റെ സകല കഷ്ടതകളിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചതിനു ശേഷം ദാവീദ് പാടുകയാണ്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, മരണവാസങ്ങൾ എന്നെ ചുറ്റിയിരുന്നു, പക്ഷേ ദൈവം എന്നെ വിടുവിച്ചു. അവൻ എന്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. അവൻ എന്നെ വിടുവിച്ചു എന്ന് ദാവീദ് പാടുകയാണ്. അതുതന്നെയാണ് 18-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന്, എന്റെ പകച്ചവരുടെ പക്കൽ നിന്നും അവനെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. അതായത് ശൗൽ രാജാവ് ഒരു രാജാവാണ്. ആ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടുകയാണ്.
സഹോദരിമാർ പാടി. ഹല്ലേലൂയ. ഇസ്രായേൽ കനികമാർ പാടി. എന്താണ്? ശൗല് 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് അങ്ങനെ പാടിയപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ, ദാവീദിന് മേലെ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്, ആ അഭിഷേകം കൊണ്ട് അവന് മല്ലനായ ഗോലിയാത്തിനെ ഹല്ലേലൂയ കൊന്നപ്പോൾ ഇസ്രായേൽ യുവതികൾ പാടുകയാണ്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അതുമുതൽ ശൗലിന് ദാവീദിനോട് ദേഷ്യം വരികയാണ്. ഹല്ലേലൂയ. അവനെ ആക്രമിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ പറയും, യഹോവ എനിക്ക് തുണയായിരുന്നു. ഹല്ലേലൂയ. യഹോവ എന്നെ വിടുവിച്ചു എന്ന് അവൻ പറയുകയാണ്. ഹല്ലേലൂയ. ദയാലുവിനോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളനാകുന്നു, നിർമ്മലിനോട് നീ നിർമ്മലനാകുന്നു, വക്രതയോട് നീ വക്രത കാണിക്കുന്നു, എളിജനത്തെ നീ രക്ഷിക്കും, നിളച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവേ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടുന്നതിന്റെ ഭാഞ്ചിലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. തന്നെ ശരണമാക്കുന്ന എല്ലാവർക്കും ദൈവം പരിചയാണെന്ന് ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ശൗല് ദാവീദ് തന്റെ ജീവിതയാത്രയിൽ തന്റെ മകൻ തന്നെ കൊല്ലുവാൻ വന്നപ്പോൾ ഇസ്രായേലിന്റെ രാജാവായിരുന്ന, ഒന്നാമത്തെ രാജാവായിരുന്ന തന്റെ അമ്മായിപ്പനായിരുന്ന ശൗൽ തന്നെ കൊല്ലുവാൻ വന്നപ്പോൾ ഹല്ലേലൂയ, ദൈവമാണ് എന്നെ രക്ഷിച്ചത്. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, എന്റെ ശത്രുക്കൾ എന്നെ വളഞ്ഞു. അപ്പോഴൊക്കെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് 2 ശമൂവേൽ 22-4 വാക്യത്തിൽ, സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളിൽ നിന്ന് അവൻ എന്നെ രക്ഷിക്കും. ഈ ദൈവമാണ് എന്റെ ദൈവം, അവൻ എന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്, എന്റെ പാറയാണ്. നീ ദയാലുവിനോട് ദയാലുവാണ്, വക്രതയോട് വക്രത കാണിക്കുന്ന ദൈവമാണെന്ന് ദാവീദ് വിളിച്ചു പറയുകയാണ്. ഇത് തന്നെയാണ് ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ ഇത് തന്നെ എടുത്തെഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, നീ ഒരു മനുഷ്യന് വക്രത കാണിച്ചാൽ അവനോട് നീ വക്രത കാണിക്കും. ദയാലുവിനോട് നീ ദയാലുവാകുന്ന ദൈവമാണ്, അതെന്റെ ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം കർത്താവേ, ഹല്ലേലൂയ, നമ്മുടെ ഏത് പ്രതിസന്ധികളിലും നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നാം പരമാർത്ഥമായി നോക്കുന്നുവെങ്കിൽ, അവൻ താഴ്ന്നിറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് കുറിവാക്യത്തിലേക്ക് വരാം. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളിൽ നിന്ന് അവനെ രക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രയാസഘട്ടത്തിലും ഏത് ബുദ്ധിമുട്ട് ഘട്ടത്തിലും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. നമ്മൾ അവനെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.